ചില വ്യക്തികളുടെ മരണം എനിക്കൊരു ഭയങ്കര ഒരു 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 വലിയ ദുഃഖത്തിലോട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളൊപ്പം അഭിനയിച്ച ആർട്ടിസ്റ്റുകളുമായിട്ട് നമുക്കെന്നും ഒരു മാനസിക ബന്ധം കാണുമല്ലോ. എത്രയോ പേര് മലയാള സിനിമയിലെ പ്രഗത്ഭരായ അഗ്രഗണ്യരായ എത്രയോ പേരുടെ മരണം നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടു കഴിഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ മദ്രാസിൽ താമസിക്കുമ്പോൾ നടന്ന മറ്റൊരു മദ്രാസിൽ നിന്നാണ് കേരളത്തിലേക്ക് താമസം മാറുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാർ, ഇപ്പോൾ തിക്കുറി ശിവാമൻ്റെ മരണം, അത് കഴിഞ്ഞ് വരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞതിൻ്റെ തൊട്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ സുഗോട്ടൻ്റെ മരണം കഴിഞ്ഞിട്ടാണ് സോമേട്ടൻ. ഞാൻ എപ്പോഴും വിചാരിക്കും, കാരണം വലിയ കൂട്ടാണ്. പാതിരാത്രിക്ക് ആ തിരുവല്ല വഴിയെങ്ങാനും വരികയാണെങ്കിൽ വണ്ടി നിർത്തി ആ പാവം പഠിച്ച സുജാത ചേച്ചി, സോമൻചേട്ടൻ്റെ വൈഫിനെ ഉണർത്തി എന്തോ ഉണ്ട് തിന്നാൻ. അപ്പം ഞാനിങ്ങനെ പറയും, എന്തോ സുഖേട്ട, ജോലി കഴിഞ്ഞൊരു വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുന്നവർ. അപ്പോൾ സുഖേട്ടൻ്റെ സൈഡാണ്, അതല്ല സുജാത ദോശ ചൂട് എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയൊരു സ്വാതന്ത്ര്യമുള്ള ചില വ്യക്തികളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗം പോലെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നസീർ സാറ്, സാറ് ഒരു സിനിമാ നടൻ, അല്ലെങ്കിൽ ഒരുപാട് പടങ്ങളിൽ നായകനായിട്ട് അഭിനയിച്ച മലയാള സിനിമാ പ്രേക്ഷകർക്ക് എന്നെന്നും കണ്ണിലുണ്ട്. ഞാൻ നസീർ സാറൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരികയും നമ്മളെ ഗൈഡ് ചെയ്യുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്ത് കേൾക്കുമ്പോൾ എവിടെയോ നമുക്ക് അന്ന് ഒരു അസാന്നിധ്യം കൊണ്ട് നമ്മൾ വേദനിച്ചിരുന്ന നമ്മുടെയൊക്കെ സഹോദരൻ്റെ സ്ഥാനത്ത് ഇങ്ങനെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം, അതൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് 2 മരണങ്ങൾ ഇതുപോലെ. ഒന്ന്, എൻ്റെ അടുത്ത് താമസിച്ചിരുന്ന നെടുമുടി ചേട്ടൻ്റെ മരണം. എനിക്കന്ന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതൊരു കഷ്ടകാലത്തിന് ഞാനപ്പോൾ ദോഹയിലായിപ്പോയി, ഖത്തറിൽ. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. കാരണം വന്നാലും നമുക്ക് 180 ദിവസത്തിനുള്ളിൽ നമ്മൾ വീണ്ടും തിരിച്ച് ചെല്ലണമല്ലോ, അതാണല്ലോ അവിടുത്തെ നിയമം. അങ്ങനെ പോയി. അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ആ വീട്ടിൽ ഒറ്റയ്ക്ക്, ഇത്രയും ഞാൻ താമസിച്ചിരുന്ന ഒരു കുണ്ടമൺ കടവെന്ന സ്ഥലത്താണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ, നീ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു കാര്യം ചെയ്യും, കുഞ്ഞുങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയില്ലേ എന്ന് പറഞ്ഞ് ഞാൻ കവടിയാറിൽ എൻ്റെ സഹോദരൻ വാങ്ങിച്ചിട്ടിരിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെയുള്ളൊരു ഫ്ലാറ്റിൽ ഞാനും താമസത്തിൽ. ഇതിപ്പോൾ നെടുമുടി ചേട്ടൻ്റെ മരണം, പിന്നെ കൂടപ്പറപ്പ് പോയതുപോലുള്ള ഒരു സങ്കടമായിരുന്നു എനിക്ക് KPSC ലളിത ചേച്ചിയുടെ മരണം. ഇങ്ങനെ ചില മരണങ്ങൾ നമ്മളെന്നും ഇത് ഓർക്കുക. കാരണം അവരൊക്കെ പോയി. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ശരിയാണ്, സുഗേട്ടൻ്റെ ഒരു വിടവെന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിനേറ്റ ഏറ്റവും വലിയൊരു തലയ്ക്ക് കിട്ടിയൊരു അടിയാണ്. അതിൽ നിന്നൊരു മോചനമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ അതൊരു വലിയ ഞങ്ങളെ എന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉള്ളൊരു സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കാത്തതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടുകൂടി ഈശ്വര അദ്ദേഹമായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ അതാണ് ഓർക്കുന്നത്. ഇവരുടെയൊക്കെ കാര്യങ്ങളതല്ല. ഒരു പരിധിവരെ എനിക്ക് ലളിത ചേച്ചിയോടുള്ള അടുപ്പവും സ്നേഹവും, ഞങ്ങൾ നാട്ടുകാരാണ്, കായംകുളവും ഹരിപ്പാടുമാണ്. എൻ്റെ വീട് ഹരിപ്പാട്, ചേച്ചി കായംകുളത്താണ്. അപ്പോൾ പലതും നമ്മൾ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഫോണിലൂടെ സംസാരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാം, ചേച്ചിയെ എല്ലാവർക്കും ബഹുമാനമാണ്. ചേച്ചി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എല്ലാ സംവിധായകർക്കും ലളിത ചേച്ചി എന്ന് പറഞ്ഞാൽ വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അതെല്ലാം ശരിയാടി, എന്നാലും ഈ പറഞ്ഞതിനോട്ട് നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങൾ ഒത്തിരി ഇല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കും, ശരിയാ. ഇപ്പോൾ എത്ര കാശുണ്ടായാലും അവരവർക്ക് വ്യക്തിപരമായിട്ട് ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളോ വേദനകളോ അവരവരങ്ങ് ഒതുക്കും, അല്ലാതെ പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? ഇല്ലല്ലോ. ഇപ്പോൾ എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ മക്കളിപ്പോൾ 2 പേരും ഇപ്പോൾ അമേരിക്കയിലാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇപ്പോഴാണ് ഞാൻ കൂടുതൽ സുഖത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം എനിക്ക് വേറെ ഒരു ഇതുമില്ല. കാരണം കൊച്ചുമക്കൾ വരും, അല്ലെ മരുമക്കൾ വരും ഒക്കെ വന്നാലും നമ്മൾ നേരെ ഇരുട്ടി കഴിയുമ്പോൾ നമ്മൾ പലതും ആലോചിക്കും. അയ്യോ പണ്ട് സുഖോട്ടൻ പറഞ്ഞ കാര്യം, സുഖോട്ടൻ്റെ കൂടെ പോയ കാര്യം, പിറന്നാളിന് വന്ന കാര്യം, ഓണത്തിന് വന്ന കാര്യം, ഇങ്ങനെ പലതും ഈ പറഞ്ഞതുപോലെ നമ്മൾ ആലോചിക്കും. അങ്ങനെ ചില മരണങ്ങൾ ഇപ്പോഴും അല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്.